98 പേരെ കുറിച്ച് ഇനി വിവരം ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. 124 പേർ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 124 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. 124 പേർ ചികിത്സയിലാണ്. 98 പേരെ കാണാതായിട്ടുണ്ട്. 98 പേരെ കുറിച്ച് ഇനി വിവരം ലഭിക്കാനുണ്ടെന്നും അറിയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് അതിനപ്പുറത്തേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. 124 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. പലരുടെയും നില ഗുരുതരമാണ്. 98 പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരവും എത്തുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് 124 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ, 98 പേരെ കാണാതായി, മരിച്ച 45 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ളത് 45 പേരെയാണ്. 94ഓളം പേരുടെ മൃതദേഹങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നായി കിട്ടി. 98 പേരെക്കുറിച്ച് ഒരു വിവരവുമില്ല. അവരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഇതാണ് ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ. ഇതാണ് ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് പ്രേക്ഷകരൊന്ന് നോക്കൂ. എത്ര വലിയ ഉരുൾപൊട്ടലാണ്. ആ പ്രദേശത്തുണ്ടായിരുന്ന വീടും പള്ളിയും റിസോർട്ടുകളും എല്ലാം എടുത്താണ് പോയിരിക്കുന്നത്. ഇതാണ് നേരത്തെ സൂചിപ്പിച്ച പള്ളി മോസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും പോയി. അവിടെ ഉണ്ടായിരുന്ന ഉസ്താദിനെയും കാണാനില്ല. അദ്ദേഹത്തെയും മിസ്സിംഗ് ആണ്. മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അദ്ദേഹത്തെ കൂടി കണ്ടെത്തണം. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുമ്പോഴും മൂടൽമഞ്ഞ് വെല്ലുവിളിയായി തുടരുന്നു. ഇതാണ് നേരത്തെ സൂചിപ്പിച്ച മദ്രസയും പള്ളിയും. ആ പള്ളിയുടെ ഒരു ഭാഗം പൂർണ്ണമായും കെട്ടുപോയിരിക്കുന്നു. ആ ഭാഗത്താണ് ഈ മദ്രസയിലെ പുരോഹിതൻ ഉസ്താദ് ഉണ്ടായിരുന്നത്. ആ ഉസ്താദിനെയും വലിയ മഴവെള്ളപ്പാച്ചിലെടുത്തു പോയിരുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പച്ച നിറത്തിലുള്ള മദ്രസ ഇതാണ്. അതിലൂടെയുള്ള താഴോട്ടുള്ള ഭാഗം ഇതാണ്. ട്രീ വാലിയുടെ താഴെ മദ്രസയുടെ തൊട്ട് താഴെ കാണുന്ന പ്രദേശങ്ങളാണ്. ഇത് വലിയ ഉരുൾപൊട്ടലാണ്. എത്ര ദൂരം ആണ് ഈ പാറക്കഷ്ണങ്ങളും തടിക്കഷ്ണങ്ങളും വന്നിരിക്കുന്നത് എന്ന് പ്രേക്ഷകർ നോക്കൂ. നീതു ഇപ്പോൾ വിളിക്കുന്നുണ്ട്. നീതു, ആരെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്? നീതു നമസ്കാരം. ആരെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്? നീതുവിൻ്റെ കാൾ ഡ്രോപ്പായിരിക്കുന്നു. നമുക്ക് തോന്നുന്നു സുഹൃത്തുക്കളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. തീർച്ചയായും അവർക്ക് ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നും അറിയാം. പക്ഷേ എങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇനി രക്ഷാപ്രവർത്തനത്തിന്, രക്ഷാദൗത്യത്തിൻ്റെ കണ്ണുകൾ എത്തേണ്ട ഇടങ്ങളുണ്ടോ എന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വിൻഡോ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി എമർജൻസി നമ്പറും ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തത്. റിപ്പോർട്ടറിൻ്റെ എമർജൻസി നമ്പറിൽ ധാരാളം കോളുകൾ വരുന്നു. നമ്മളത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തകരുമായി. നിലവിൽ മുണ്ടക്കൈയിലുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണ സജ്ജമായി തന്നെ തുടരുന്നു. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ചെറിയ മഴ ആ പ്രദേശത്തുണ്ടായിരുന്നു. നോക്കൂ, ഇതാണ് ആ മദ്രസയുടെ ഭാഗം. ആ മദ്രസയുടെ ഭാഗത്താണ് 100ഓളം ആളുകൾ തങ്ങി നിന്നത്. അവരെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ട്രൂ വാലി റിസോർട്ടിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന 100ഓളം ആളുകളെയും ഒഴിപ്പിച്ചു. അമ്പലത്തിൻ്റെ ഭാഗത്തും ഐബിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നവരെയും ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ഹൃദയഭേദകമായ കാഴ്ചകളാണ്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും മലയിടിഞ്ഞു വരാൻ സാഹചര്യമുണ്ട് എന്നാണ് അവിടെ മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ദൂരെ മലനിരകൾ പ്രേക്ഷകർക്ക് കാണാം. ആ മലനിരകൾ ഇടിഞ്ഞു വന്ന കാഴ്ച സമതലങ്ങളെപ്പോലും മറികടന്നാണ് ഇത്രയും ഉയരങ്ങളിലേക്ക് ഈ പുഴ ഇരമ്പിയാർത്തു വന്നത്. വലിയ ദൂരമാണ്. നോക്കൂ, അവിടെ നിന്നും റിപ്പോർട്ടറിൻ്റെ ക്യാമറ കണ്ണുകളിൽ പ്രേക്ഷകർ കാണുന്ന ആ ദൂരം അത്ര ചെറുതല്ല. കിലോമീറ്ററുകളോളം ഈ ചെറിയ നീർച്ചാലുകൾ വലിയ പുഴയായി മാറി, അതൊരു സമുദ്രമായി മാറിയാണ് ആ വലിയ രീതിയിലുള്ള ദുരന്തമുണ്ടായിരിക്കുന്നത്. മുണ്ടക്കൈ മേഖലയിൽ ഇന്നലെ രാത്രി 1 മണി, 3:30, 4:30 ഈ സമയങ്ങളിലായിട്ടുള്ള 3 ഉരുൾപൊട്ടലുകളാണ് ഒരുപാട് ജീവിതത്തെ കവർന്നെടുത്തിരിക്കുന്നത്. 124 പേർ ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 98 പേരെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ച 45 പേരെയും തിരിച്ചറിഞ്ഞു. അവരുടെ വിവരങ്ങൾ റിപ്പോർട്ടിൻ്റെ സ്ക്രോളിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ബന്ധുക്കളോ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പേര് വിവരങ്ങളിൽ നിന്ന് തിരിച്ചറിയുകയും ചെയ്യാം. ഒപ്പം ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരുടെ വിവരങ്ങളും റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ വിവരങ്ങൾ നിങ്ങളുമായി ഞങ്ങളുടെ എമർജൻസി ടീം, ഇവിടെയുള്ള ഹെൽപ്പ് ലൈൻ ടീം നിങ്ങളുമായി പങ്കുവയ്ക്കും. റിപ്പോർട്ടറിൻ്റെ നമ്പറിൽ വിളിച്ചാൽ അത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ടറിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഈ ദുരന്തമുണ്ടായ സ്ഥലത്തു നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ്. മരണസംഖ്യ വീണ്ടും ഉയർന്നിരിക്കുന്നു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ കേൾക്കുന്നത്. 107 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. വല്ലാത്ത ഒരു വേദനയുണ്ട് ഈ വിഷയത്തിൽ. 124 പേരെ വിവിധ ആശുപത്രികളിൽ, 98 പേരെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ